നമുക്ക് നേരെ കോഴിക്കോട്ടേക്ക് വിട്ടാലോ? അവിടെ രാഹുൽ KV ആണ് റെഡിയായിട്ട് നിൽക്കുന്നത്. രാഹുൽ, ഈ കോഴിക്കോട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ മിഠായി തെരുവിൻ്റെ പശ്ചാത്തലം ഒക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു ആഘോഷം വന്നാലും ഫുൾ വൈബാണ്. ഇതിപ്പോൾ ക്രിസ്മസ് ആവട്ടെ, ഓണാവട്ടെ, പെരുന്നാളാവട്ടെ, ഫുൾ വൈബാണ്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതിനൊപ്പം വരുന്ന പുതുവത്സരം എല്ലാം കൂടിയും ഒരു ആഘോഷത്തിൻ്റെ മൂഡിലാണ്. അവിടെ ഓരോരുത്തരും എല്ലായ്പ്പോഴും ഈ കച്ചവടം വഴി വാണിഭമാണെങ്കിൽ അതും വലിയ കെങ്കേമമായിട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ തോതിലുള്ള ആഘോഷമാണ്. അപ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ, അതിപ്പോൾ കുട്ടികളാകട്ടെ, മുതിർന്നവരാവട്ടെ, വയോധികരാകട്ടെ, എല്ലാവരും ഒന്നു ചേരുന്ന ഒരു ആഘോഷത്തിൻ്റെ മൂഡാണ്. അതുപോലെ തന്നെ എല്ലാ മതസ്ഥരും ഒന്നിച്ചു ചേരുന്ന ഒരു അനുഭവം കൂടിയാണ് ശരിക്കും പറഞ്ഞ ക്രിസ്മസ്. കോഴിക്കോട്ടെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് പറയൂ രാഹുൽ. ഞാനിപ്പോൾ ദേവമാതാ കത്തീഡ്രലിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തത്സമയം കാണാൻ കഴിയും. കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ആണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹം ദേവാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് അതിരൂപതയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ദിനം കൂടിയാണ്. കാരണം ക്രിസ്മസ് വളരെ പ്രധാനപ്പെട്ട ആഘോഷ ദിനമാണ്, വിശ്വാസ ദിനമാണ്. അതിനൊപ്പം തന്നെ കോഴിക്കോട് അതിരൂപതയായി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ ക്രിസ്മസ് ദിനമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മേബൻ പറഞ്ഞതുപോലെ തന്നെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അതിവർണ്ണാഭമായ കാഴ്ചകളാണ്. എല്ലായിടത്തും ആഘോഷം പൊടിപൊടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ വർഗീസ് ചക്കാരക്കലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷകളൊക്കെ തന്നെ നടക്കാൻ പോവുകയാണ്. അപ്പം താമരശ്ശേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മേരിമാതാ കത്തീഡ്രലിൽ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിൻ്റെ കാർമ്മികത്വത്തിലും ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. KCBCയുടെ അധ്യക്ഷൻ കൂടിയാണ് വർഗീസ് ചക്കാരക്കൽ മെത്രാപ്പൊലീത്ത എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ചടങ്ങുകൾക്ക് വന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊക്കെ നടക്കുന്ന വിവിധങ്ങളായ സംഭവങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പ്രതികരണം തേടുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അതിലുള്ളൊരു സങ്കടകരമായ അവസ്ഥയാണെന്നുള്ളൊരു പ്രതികരണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. വിശ്വാസികൾ ആയിരക്കണക്കിന് പേർ ഇപ്പോൾ ഇവിടെ ഈ കത്തീഡ്രലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമാണ് എല്ലാ ദേവാലയങ്ങളിലും ഉള്ളത് എന്ന് തന്നെയാണ്. ഒപ്പം ഈ പതിര കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വിശ്വാസികൾ പിന്നീട് നാളത്തേക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. യാത്രകളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായ വർണ്ണശബളമായ നിമിഷങ്ങളിലൂടെ ആഘോഷങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നു വരുന്നത്. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അദ്ദേഹമാണ് അവിടെ പാതിര ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. കോഴിക്കോട്ട് നിന്നുള്ള ദേവാലയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എങ്ങും ആഘോഷ രാവാണ്. ക്രിസ്തുവിൻ്റെ ജനനം അത് ലോകത്തിന് സമാധാനം കൊണ്ടുവന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ളവർ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്നവരൊക്കെ ആഘോഷിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ജാതിയില്ല, മതമില്ല. ഈ വെറുപ്പിനെ, വിദ്വേഷത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സാഹോദര്യത്തിൻ്റെ, ഒരുമയുടെ, സ്നേഹത്തിൻ്റെ സന്തോഷം, അതാണ് ഈ തിരുപ്പിറവി ദിനം, ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത്. ഈ ക്ലിമീസ് കാത്തോലിക്ക ബാബു അദ്ദേഹം പറഞ്ഞ ക്രിസ്മസ് ദിന സന്ദേശമുണ്ട്. ജീവൻ എടുക്കാനും മർദ്ദിക്കാനും അവർക്ക് കഴിയും, ചേർത്ത് നിർത്താനും ധൈര്യപ്പെടുത്താനും കഴിയണം, ഭയമില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കണം. ഇതാണ് ക്ലിമീസ് ബാബ നൽകിയ ക്രിസ്മസ് ദിന സന്ദേശം. അത്രത്തോളം ലോകത്ത് വെറുപ്പും വിദ്വേഷവും പടർത്താൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹമാണ്, വിശ്വാസമാണ്, അതുപോലെ തന്നെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന സാഹോദര്യമാണ് നമ്മുടെ മതം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ഡിസംബർ 25 തിരുപ്പിറവി ദിനം. അത് ഒരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാ മതസ്ഥരും സാഹോദര്യം, സ്നേഹവും എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ള സഹിഷ്ണുതയുടെ സന്ദേശം നൽകുന്ന ഒരു പുലരി കൂടിയാണ് ഈ തിരുപ്പിറവി ദിനം.